ഹലോ എല്ലാവർക്കും മറക്കാൻലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അരിപ്പച്ചെമ്മീൻ എങ്ങനെയാണ് ചമ്മന്തി പൊടിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് പാൻ ഹീറ്റ് ചെയ്യാം. ഞാൻ പാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇടുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1.5 കപ്പ് അരിപ്പച്ചെമ്മീനാണ്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഉണക്കച്ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലോട്ട് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റോളം എടുക്കും ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഞാൻ 7 മിനിറ്റ് ടൈം പറയുമെങ്കിലും ഇതിൻ്റെ ടൈം നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് ഓരോ സ്റ്റവിനും വരുന്ന ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 മിനിറ്റാണ് എനിക്കിവിടെ എടുക്കുന്ന ടൈം. അപ്പോൾ നിങ്ങൾ ടൈം ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഡ്രൈ റോസ്റ്റാണ് കേട്ടോ ചെയ്തത്. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിന് ശേഷം ഉടൻ തന്നെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. സെയിം പാനിലോട്ട് തന്നെ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയതാണ് വേണ്ടത്. ഞാനിവിടെ ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് ഉണ്ടാവും മെഷർമെൻറ്റ് കപ്പിൽ. നിങ്ങൾ വെയിറ്റ് പറയുകയാണെങ്കിൽ ഇത് 400 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ 400 ഗ്രാം തേങ്ങ ചിരകിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം ലോയിൽ ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 5 അല്ലി ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കണം. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ തന്നെ ചേർക്കരുത്, ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അരിപ്പച്ചെമ്മീൻ ആയതുകൊണ്ട് വയറിന് ഗ്യാസ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഫ്ലെയിം 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത്ര നേരം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ 1 മിനിറ്റിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് നേരം കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ലോയിൽ ഇട്ട് കൊടുക്കുകയാണ്. ലോയിൽ ഇട്ടുകൊണ്ട് നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ഏകദേശം ഒരു ഷെയ്ഡ് മാറി തുടങ്ങി. ഇനി നമുക്ക് പതുക്കെ, ഇതുവരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുത്തെടുത്തിരുന്നത് തേങ്ങ. ഇനി പതുക്കെ മീഡിയം ഫ്ലെയിമിൽ കൊണ്ടിടാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി പൗഡർ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കായത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ചമ്മന്തി പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് വറുത്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ജാറിലോട്ട് തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ ചെറിയ ഒരു ലെമൺ സൈസ് വാളംപുളി അങ്ങനെ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പും ചേർത്ത് പൊടിച്ച് കൊണ്ടുവരാം. ഒന്നിച്ചിട്ടിട്ട് അടിക്കരുത്, ഒന്നിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം, പൾസ് ചെയ്തിട്ട് വേണം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ ഇവിടെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ട് ഉള്ളൊരു കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.